കേരളത്തിന്റെ സ്വന്തം കിഫ്ബിയെക്കുറിച്ചുള്ള ഈ ആരോപണങ്ങളും വാർത്തകളും നമ്മൾ മലയാളികൾ അത്ര വേഗം മറക്കാനിടയില്ല. ഫ്ലാഷ് ബാക്ക്. കിഫ്ബി വഴി വൻ അഴിമതിയാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒരു വലിയ തട്ടിപ്പാണ്, അഴിമതിയാണ്. കിഫ്ബി മസാല ബോണ്ടിൽ വലിയ തിരിമറിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിനെതിരെ നിലപാട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടുപ്പിക്കുന്നുവെന്ന വാർത്ത. എന്നാൽ അവയെല്ലാം വെറും നിറം പിടിപ്പിച്ച നുണപ്രചരണങ്ങൾ മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ കാലം തെളിയിച്ചിരിക്കുകയാണ്. വേട്ടനായ്ക്കളുടെ കുരകൾക്കിടയിൽ കേരളത്തിന്റെ അഭിമാനമായ കിഫ്ബി ഒരു ചരിത്ര നേട്ടം രചിച്ചിരിക്കുകയാണ്. ആ നവകേരള നേട്ടം കിഫ്ബിയെക്കുറിച്ച് നിറം പിടിപ്പിച്ച നുണക്കഥകൾ പ്രചരിപ്പിച്ച ഈ നാട്ടിലെ മാധ്യമങ്ങൾ തന്നെ പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കിഫ്ബി ചിറകിലേറി ആരോഗ്യവകുപ്പിന്റെ കുതിപ്പ്. പൊട്ടിപ്പൊളിഞ്ഞ തറകളും ചോർന്നൊലിക്കുന്ന വാർഡുകളും ദുർഗന്ധം വമിക്കുന്ന ഇടനാഴികളും ഇനി പഴങ്കഥ. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നട്ടെല്ലായ കിഫ്ബി പദ്ധതി രജത ജൂബിലി നിറവിൽ 1790 പദ്ധതികളിലായി 90,562 കോടി രൂപയുടെ പദ്ധതികളാണ് ഇതുവരെ നടപ്പിലാക്കിയത്. സംസ്ഥാനത്തിന്റെ കാർഷിക മേഖലയിലെ മുന്നേറ്റത്തിനും കിഫ്ബി ഏറെ സഹായകമായി. അഗ്രോ പാർക്കുകളടക്കം കിഫ്ബി മുഖേന കൊണ്ടുവന്നു. കർഷകർക്ക് വരുമാന വർധനവിന് സഹായമാക്കുന്ന നിരവധി പദ്ധതികളും നടപ്പിലാക്കി. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ ഇ.കെ. നായനാർ സർക്കാർ സ്ഥാപിച്ച കിഫ്ബി 1999 രൂപീകരിക്കപ്പെട്ടുവെങ്കിലും 2016 പിണറായി വിജയൻ സർക്കാരിന്റെ നിയമ ഭേദഗതിയിലൂടെയാണ് ആ സ്ഥാപനത്തിന് പുതുജീവൻ ലഭിക്കുന്നത്. ഇന്ന് 9.5 വർഷം കൊണ്ട് 90,562 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബിയിലൂടെ അംഗീകാരം ലഭിച്ചത്. ഈ 90,000-ലേറെ കോടിയുടെ പദ്ധതികളിൽ നമ്മുടെ നാട്ടിലെ മനോഹരമായ റോഡുകളും പാലങ്ങളും ഫ്ലൈ ഓവറുകളും ബൈപ്പാസുകളും മാത്രമല്ല ഉൾപ്പെടുന്നത്. ലോകോത്തര നിലവാരത്തിലേക്ക് നമ്മുടെ സർക്കാർ ആശുപത്രികൾ ഉയരാനും കാരണം കിഫ്ബി തന്നെയാണ്. ഇതേ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് സംസ്ഥാനത്തെ 44,700 സ്കൂളുകളിൽ പൂർണ്ണമായും ഡിജിറ്റലൈസേഷൻ ചെയ്തത്. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും നേടാനാകാത്ത നേട്ടമാണ് ഇടതുപക്ഷം കിഫ്ബിയിലൂടെ സ്വന്തമാക്കിയത്. ഇതിനു പുറമെ 40,000-ലേറെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമായതിനും കിഫ്ബി എന്ന സ്ഥാപനത്തിന് വലിയ പങ്കുണ്ട്. കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാനുള്ള ഫണ്ടുകൾ വെട്ടിക്കുറച്ച് സംസ്ഥാനത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന അതേ ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ നാടിനെ വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് നയിക്കാനായത് കിഫ്ബി എന്ന സ്ഥാപനം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഈ കിഫ്ബിയുടെ ചരിത്ര നേട്ടത്തിന്റെ ഘട്ടത്തിൽ കിഫ്ബിയെ പിന്നിൽ നിന്നും കുത്തിയ കോൺഗ്രസ് BJP കൂട്ടുകെട്ടിനെ നമ്മൾ മറക്കരുത്. കേരളത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കാൻ ശ്രമിച്ച ആ കേരള വിരുദ്ധരുടെ കൂട്ടത്തിന്റെ മുഖത്തേറ്റ അടിയാണ് കിഫ്ബിയുടെ ഈ നേട്ടം. വയനാട് തുരങ്കപാത പോലെയുള്ള പദ്ധതികൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടക്കുകയാണ്. അതായത് 2031 ഒരു നവ കേരളത്തെ നമ്മൾ പടുത്തുയർത്തുന്നത് കിഫ്ബിയെ ഉപയോഗിച്ചായിരിക്കും. ആ കിഫ്ബിയെ കട്ടപ്പുറത്തിരുത്താൻ ഓവർ ടൈം പണിയെടുത്ത കോൺഗ്രസും കേന്ദ്രത്തിലെ BJP സർക്കാരും ഈ നാട്ടിലെ ജനങ്ങളുടെ നന്മ അല്പമെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഈ വികസന വിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.